സാർ. ആ ശരി സാർ. ഹലോ സച്ചേട്ടാ. ആ അർച്ചന, ഞാൻ വിളിച്ചതേ, നമ്മളന്ന് ധനുഷിന്റെ സ്കൂളിലും കോളേജിലൊക്കെ അന്വേഷിച്ച് പോയ സമയത്ത് അവിടെ ഒരു രജിസ്റ്റർ ബുക്കിൽ അവന്റെ പേര് ഷാഹിർ മുഹമ്മദ് എന്ന് കണ്ടൊരു ഫോട്ടോ എടുത്തില്ലായിരുന്നു? ആ ഫോട്ടോ തന്റെ ഫോണിലുണ്ടോ? എന്റെ ഫോണിലില്ലെന്ന് തോന്നുന്നു സച്ചേട്ടാ. ചിലപ്പോ സന്ദീപിന്റെ ഫോണിലുണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ. ആ അതുണ്ടായിരുന്നെങ്കിൽ അവൻ ധനുഷ് അല്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുമായിരുന്നു. ധനുഷിന് കൊടുക്കാൻ വേണ്ടി അതും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെന്നല്ലേ നന്ദേണ്ണന്ന് വിശ്വസിച്ചിരുന്നത്? ആ എങ്കിലും ഗവൺമെന്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഫയലുകളിൽ നിന്ന് അവനത് മാറ്റാനൊന്നും കഴിയില്ലല്ലോ. താനൊരു കാര്യം ചെയ്, ആ ഫോട്ടോ കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്ക്. എന്റെ ഫോണിലത് കാണുന്നില്ല. ചിലപ്പോ സന്ദീപിന്റെ ഫോണിൽ ആ ഫോട്ടോ കാണാൻ ചാൻസ് ഉണ്ട്. സച്ചേട്ടൻ പറഞ്ഞ ശരിയാ. അവൻ വീണ്ടും ധനുഷാണ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോ നമുക്കത് ഉപകരിക്കും. ഞാൻ എന്തായാലും സന്ദീപിനോടൊന്ന് ചോദിക്കട്ടെ സച്ചേട്ടാ. ആ ശരി. കാര്യല്ലേ മോളെ? ഓ ഓ ഓ ഓ ഓ മോളിങ്ങോട്ട് നോക്കിയേ. ഓ എന്തുവാ കരയല്ലേടാ? കരയല്ലേടാ? ഓ ഓ ഓ ഓ എന്താ പറ്റി? മോളെന്തിനാ കരയുന്നേ? ഉറക്കത്തിന്ന് എഴുന്നേറ്റുകൊണ്ടാ. ഇങ്ങത്താ ഞാൻ എടുക്കാം. ഏ സാരമില്ല, അവള് തന്നെ കരച്ചിൽ നിർത്തിക്കോളും. ഓ ഓ ഓ ഓ ഓ ഓ കരയല്ലേ? എന്തിനാ മോളായിട്ട് കരയിക്കുന്നേ? താ അതിരെ. ഓ 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 കരയല്ലേ കരയല്ലേ വല്യമ്മയുടെ മോള് കരയല്ലേ? ഓ ഓ ഓ ഓ ഓ വല്യമ്മയുടെ പൊന്ന് കരയല്ലേടാ? ഓ ഓ ഓ ഓ ഓ ഓ ദേ നോക്ക് നോക്ക് നോക്ക്. ഓ 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 വാ 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 ഓ ഓ ഓ ഓ പോട്ടെ പോട്ടെ പോട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ പതുക്കെ. പതുക്കെ ഇരിക്കെ. ഇപ്പൊ വേദനയുണ്ടോ അച്ഛാ? ചെറുതായിട്ടുണ്ട് മോളെ. പൂർണ്ണമായിട്ട് ശരിയാവാൻ ഇനി എത്ര കാലം എടുക്കുമോ എന്തോ. ഇത് ഉടനെ മാറും.
എന്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ബൈക്കിൽ നിന്ന് വീണ് ഇതുപോലെ തന്നെയായിരുന്നു. വെറും 2 ആഴ്ച കൊണ്ടല്ലേ എണീറ്റ് നടന്നത്. എണീറ്റ് നടന്നതെന്ന് മാത്രമല്ല, അവിടുത്തെ ഒരു റെസിഡന്റ് അസോസിയേഷനിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് 1ാം സമ്മാനം കിട്ടിയത്രേ. മോളെ ആവണി, നീ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇമാതിരി തള്ളിയാ ഈ വീട് മുഴുവൻ മറിഞ്ഞു വീഴും. നിന്റെ ഏത് കൂട്ടുകാരിയുടെ അച്ഛനാ അത്? ദേവുന്റെയോ അതോ വൈകിയുടെയോ? അത് അമ്മയ്ക്ക് അറിഞ്ഞൂടാത്ത ഒരു കൂട്ടുകാരിയുടെയാ. വിശ്വസിച്ചു. ഇനി അനൂപേട്ടനും കൂടി വിശ്വസിച്ചു കൊടുക്ക്. ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വിശ്വസിച്ചു. അച്ഛനും അമ്മയും കൂടെ എവിടെ പോയായിരുന്നു? കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിനൊക്കെയുള്ള ഒരുക്കങ്ങൾ ഇനിയെങ്കിലും തുടങ്ങണ്ടേ? നിനക്കാവതുണ്ടായിരുന്നെങ്കിൽ നീ മതിയായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ തന്നെ എല്ലാത്തിനും പോണം. ബന്ധുക്കളെ വിളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാനും ഇപ്പോഴേ തുടങ്ങിയാലേ സമയത്ത് നടക്കൂ. ഒരു പ്രശ്നമേ ഉള്ളൂ. എവിടെ പോകണമെങ്കിലും ഓട്ടോ പിടിച്ചേ പോകാൻ പറ്റൂ. കാശ് കുറച്ച് ചെലവാവും. ആതിരയും മോള് അവിടെയല്ലേ? അപ്പൊ പിന്നെ ചടങ്ങുകൾ അവിടെ നടത്താനല്ലേ ഏർപ്പാട് ചെയ്യേണ്ടത്? ആദ്യത്തെ കുഞ്ഞല്ലേ, അപ്പൊ മുഴുവൻ കാര്യങ്ങളും നോക്കേണ്ടത് നമ്മുടെ കടമയാ. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. അവളും കുഞ്ഞും അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെലവിൽ ചടങ്ങുകളൊക്കെ അവിടെ വെച്ച് നടത്തുന്നതല്ലേ നല്ലത്? അത് ചടങ്ങിന് 3-4 ദിവസം മുമ്പ് ആതിരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്നാ അച്ഛൻ പറയുന്നത്. അതെ, അവളെയും കുഞ്ഞിനെയും കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ചടങ്ങ് നടത്തിയിട്ട് തിരിച്ചു പറഞ്ഞുവിടാം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം വരുമെന്നും അത് കൂടിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അതിൻ്റെ എളുപ്പത്തിനാണ് അവരെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. നമ്മൾ ചെന്ന് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഇവിടെ നിൽക്കുന്ന സമയത്ത് എങ്ങാനും കുഞ്ഞിന് വല്ല ശ്വാസം മുട്ടലോ വന്ന് വയ്യാതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ വലിയ പാടായിരിക്കില്ലേ? അവസാനം നമ്മൾ തെറ്റുകാരാവുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ചടങ്ങൊക്കെ അവിടെ തന്നെ നടത്തുന്നത്. ഒരു ചടങ്ങ് നടത്തുമ്പോൾ അതിൻ്റെതായ രീതി നടത്തണ്ടേടാ. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും? ആൾക്കാരല്ലല്ലോ, നമ്മുടെ സൗകര്യമല്ലേ. നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയല്ലേ വിചാരിക്കുന്നത്. നെല്ലിശ്ശേരിയിലെ ആരും അങ്ങനെ വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിൻ്റെ കണ്ടീഷൻ വെച്ചും നടത്താനുള്ള സൗകര്യം വെച്ചും എന്തുകൂട്ടും അവിടെ വെച്ച് നടത്തുന്നത് തന്നെയാണ് നല്ലത്. ചെലവ് നമുക്ക് വഹിക്കാം. അച്ഛ സേതു അങ്കിളിനൊന്ന് വിളിക്ക്. അവരെന്താ മനസ്സിൽ കണ്ടേക്കുന്നെന്ന് അറിയില്ലല്ലോ. ആതിരെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചടങ്ങ് നടത്താനാ നമ്മുടെ ആഗ്രഹമെന്ന് പറയേ. അപ്പൊ എന്താ പറയുന്നെന്ന് നോക്കാമല്ലോ. അച്ഛൻ വിളിക്ക്. ഇപ്പൊ തന്നെ ഒരു തീരുമാനം ആവുമല്ലോ. വിളിക്കും മാഷേ. ഹലോ മാഷേ. സേതു, ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാനാ. കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങും മറ്റ് ചടങ്ങുകളും ഒക്കെ നടത്തേണ്ടത് ഇവിടെയാണ്. ഇനി അതല്ല, നിങ്ങൾ മറ്റു വല്ലതും ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിയാനാ വിളിച്ചത്. ഇല്ലെങ്കിൽ നാളെ തന്നെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അത് തീരുമാനിക്കേണ്ടത് നടത്തേണ്ടത് നിങ്ങൾ തന്നെയാ. എങ്കിലും കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യിക്കാതിരിക്കുന്ന നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നടത്താം. അതല്ലേ നല്ലത്. സേതുവിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മാഷിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്?
അപ്പോൾ അങ്ങനെ തന്നെ നടക്കട്ടെ. ശരി സേതു എന്നാ. ഓക്കെ. ശരി മാഷെ. ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സേതുങ്ങളും പറഞ്ഞത്? കുഞ്ഞിന്റെ ആരോഗ്യനില കണക്കിലെടുത്ത് അവിടെ വെച്ച് നടത്താമെന്നാ സേതു പറയുന്നത്. അത് തന്നെയാ അതിന്റെ ശരി. ഇപ്പൊ അതിനൊരു തീരുമാനമായല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അവരെല്ലാം മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടാവുമെന്ന്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ആദ്യം അവരുടെ അഭിപ്രായം വേണം ചോദിക്കാൻ, എന്നിട്ടേ നമ്മളൊരു തീരുമാനം എടുക്കാവൂ. അനൂപിനും കൂടെ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ള സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ട മാഷെ. അങ്ങനെ തന്നെ നടക്കട്ടെ. അച്ഛന് വിഷമമായി എന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ കൊണ്ടുവന്ന് ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ഇതിനൊക്കെ വിഷമാവില്ലേ? അതുകൊണ്ട് അത് സാരമില്ല. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. അർച്ചന സ്വന്തം കുഞ്ഞായിട്ടാ ആതിരയുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും താലോലിക്കുന്നതും എല്ലാം. ആദ്യം വാങ്ങിയത് മുതൽ ഇപ്പൊ വരെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് അമ്മയോടൊപ്പം അല്ല. മോക്ക് ആദ്യ ചുംബനം കൊടുത്തത് മുതൽ ഇപ്പൊ കുളിപ്പിക്കുന്നത് വരെ അർച്ചനയാ. അല്ല, കുഞ്ഞിന് ഒന്നും മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിലും ഇപ്പൊ ബുദ്ധിയിൽ ഉറക്കുന്നതൊക്കെ പിന്നീട് മൈൻഡിൽ സെറ്റായിട്ട് മാറും. ചേച്ചി, എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ഞാൻ പറയുമ്പോ ചിലപ്പോ ചേച്ചിക്ക് വിഷമം വന്നു വരാം. പക്ഷേ ആലോചിച്ചാ അത് ശരിയാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും. നീ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. ഞാനല്ല, ചേച്ചി എന്നെയാ ടെൻഷൻ എടുപ്പിക്കുന്നേ. ഞാൻ നിന്നെ ടെൻഷൻ എടുപ്പിക്കുന്നോ? എങ്ങനെ? ഞാൻ പറയാനുള്ളത് പറയാം. മോള് കരയുമ്പോഴും മറ്റും ചേച്ചി എപ്പോഴും വന്ന് എടുക്കണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഉണ്ടല്ലോ. അതെന്താ, എനിക്ക് ബുദ്ധിമുട്ടാവെന്ന് കരുതിയിട്ടാണോ? അല്ല, അതെനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാ. എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതിര് മോളെ, നീ എന്തൊക്കെ? ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. എന്റെ കൊച്ചു ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെയാ, അല്ലാതെ അമ്മയുടെ ചേച്ചി ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നെ കണ്ട് ആതിര നിർത്തണ്ട. പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ആതിര പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. അർച്ചനയുടെ കയ്യിൽ കുഞ്ഞ് കരയാതിരിക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ അർച്ചനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ? അതിന് കുഞ്ഞിന്റെ അമ്മ ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ. ജീവനോടെ തന്നെ ഉണ്ടല്ലോ. വല്യമ്മയ്ക്കുള്ളതുപോലെ രണ്ട് കൈയും കാലും ഒക്കെ എനിക്കും ഉണ്ട്.
എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അച്ഛ. കൊച്ചൊന്ന് കരഞ്ഞാൽ തന്നെ ഓടി വരും, എന്റെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോവും. പിന്നെ ഞാൻ എന്റെ കുഞ്ഞിനെ കാണുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞ. ചേച്ചി തന്നെ കുളിപ്പിച്ച് കണ്ണെഴുതി ഒരുക്കി ഉറക്കി എന്റെ അടുത്ത് കൊണ്ട് കിടത്തും. അച്ഛനറിയോ, ഞാൻ എന്റെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും എടുത്തോണ്ട് നടന്നിട്ടുള്ളതും ഉറങ്ങുമ്പോ മാത്രം. ബാക്കി സമയമെല്ലാം ഇവരുടെ അടുത്താ. അങ്ങനെ അമ്മയുടെ ലേബൽ അടിച്ച് ഞാൻ എന്തിനാ ഈ മുറിയിലിരിക്കുന്നെ? കുറച്ച് ദിവസമായി ഞാനിത് പറയണമെന്ന് കരുതിയിട്ട്. അതിരെ, നീ പറയുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണകളാ. ഞാൻ അനുഭവിക്കുന്നത് എങ്ങനെയാ തെറ്റിദ്ധാരണയാവുന്നേ? എന്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അതിനെ ചുമന്ന് പ്രസവിച്ചത്. എന്ന് പറഞ്ഞാ അർച്ചനയ്ക്ക് അതിന് അവകാശമില്ലെന്നാണോ? അർച്ചന കുഞ്ഞിന്റെ വല്യമ്മയല്ലേ? അവകാശം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛാ. അമ്മയേക്കാൾ അവകാശം സ്ഥാപിക്കാൻ വരരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാത്തിനും ഒരു അതിരുണ്ട്. അത് സ്വയം മനസ്സിലാക്കാതെ ഓരോന്ന് സംസാരിപ്പിച്ചോളൂ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കിടക്കുന്നത് നിന്റെയും സന്ദീപിന്റെയും മകളാ. ഏറ്റവും കൂടുതൽ അവൾക്ക് മേൽ അവകാശവും അധികാരവും നിങ്ങൾക്ക് തന്നെയാ. അർച്ചന കൊണ്ടു നടക്കുന്നെന്ന് കരുതി തീരുന്നതാണോ നീയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം? നീ അങ്ങനെ ആലോചിക്കുന്നതേ തെറ്റാ. അത് അർച്ചനയോട് പറഞ്ഞത് അതിലും വലിയ തെറ്റ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ബന്ധമൊന്നും ഒരിക്കലും ആരാലും അറ്റുപോകുന്നതല്ല. അങ്ങനെ ഒരു പേടിയും വേണ്ട. ഇത് നിന്റെ സ്വന്തം ചേച്ചിയല്ലേ? ഒരു വയറ്റിൽ നിന്ന് വന്ന് നിങ്ങൾ ഇതിന്റെ പേരിൽ വഴക്ക് കൂടുന്നത് ശരിയാണോ? അർച്ചനയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട്. ആ സ്നേഹം തന്നെ നിന്റെ കുഞ്ഞിനോടും ഉണ്ടാവും. അതിലെല്ലാം ഉപരി നിന്നെ സഹായിക്കുക കൂടിയല്ലേ അർച്ചന ചെയ്യുന്നത്? ആ സഹായം വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അച്ഛൻ തന്നെ പറഞ്ഞില്ലേ, വേണേ സഹായത്തിന് ജോലിക്ക് ആരെങ്കിലും നിർത്തിക്കോളാൻ. അങ്ങനെ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. അപ്പോ ഒരു ജോലിക്കാരി വന്ന് നിന്റെ കുഞ്ഞിനെ എടുക്കുന്നതിലും സഹായിക്കുന്നതിലും നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? എന്റെ ചേച്ചിയായി എനിക്ക് കുഞ്ഞിനെ എടുത്തുകൂടാ അല്ലേ? അത്രയ്ക്ക് തെറ്റുകാരിയായോ ഞാൻ നിനക്ക്? എനിക്കിതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കൊച്ചിനെ നിങ്ങൾ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനിയും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇത് ആവർത്തിച്ച് പറയിപ്പിക്കല്ലേ. ഇപ്പോഴും എന്റെ ചേച്ചിയൊക്കെ തന്നെയാ. ആ ബന്ധം എന്റെ കുഞ്ഞിലേക്ക് കൂടുതൽ വളരാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ദയവായി എന്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. അല്ല, ഏട്ടത്തിക്ക് ഇതെന്ത് പറ്റി? എന്താ അച്ഛാ, ഏട്ടത്തി എന്തിനാ കരഞ്ഞോണ്ട് പോയത്? നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്കും. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
സന്ദീപ് എന്നെ കുറ്റവാളികളെ നോക്കും പോലെ നോക്കൊന്നും വേണ്ട. ചേച്ചി ഇങ്ങനെ കരയാനും അച്ഛൻ ദേഷ്യപ്പെടാനും മാത്രം ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. ഏത് സമയത്തും നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ചേച്ചിക്ക് വെറുതെ എന്തെങ്കിലും മതിയല്ലോ കരഞ്ഞ് നിലവിളിക്കാൻ. അല്ല, നീ ഇപ്പൊ എന്നോട് പറഞ്ഞു തന്നെയാണോ എടുത്തിയോട് പറഞ്ഞത്? ആ പിന്നല്ലാതെ അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? അതിന് നീ എന്നു മുതൽ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും സ്വാർത്ഥയായത്? ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഒരമ്മയുടെ അവകാശം നഷ്ടപ്പെടുമെന്ന് ബോധ്യമായപ്പോ